പാവഭാജീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നിവിടെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ്. അത് പാവ് ഭാജി. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം നമുക്ക് പാവ് ഭാജിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്, 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു 1/4 പിന്നെ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. അപ്പം ബീട്രൂട്ട് നമുക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറേയേറെ ഉള്ളി വേണം. ഞാനൊരു 3 വലിയ ഉള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട കുറച്ചേറെ മല്ലിയെല്ലാം വേണം. പിന്നെ ക്യാപ്സിക്കം ഹാഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് 1 ടീസ്പൂണോളം. പിന്നെ ഒരു 2 പച്ചമുളകും, പിന്നെ ഒരു ലെമൺ അങ്ങനത്തെ. പിന്നെ വേറെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്നോരോന്ന് മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് ഇവിടെ പാവ് ഭാജി മസാല നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അത് 1 ടീസ്പൂണോളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. എന്ന് വെച്ചാൽ അതൊക്കെ ഒത്തിരി പഴയതൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് അതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇനി എണ്ണയ്ക്കകത്ത് ഇടുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇനി നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ മസാല നമുക്കിടാം. പിന്നെ മസാല കഴിഞ്ഞ് പോലെ കേട്ടോ. അപ്പം നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കുവാണ്. ബീൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എല്ലാം ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഇട്ട് കൊടുക്കാം. നമുക്ക് ബീട്രൂട്ട് നമ്മൾ കുറച്ചെടുക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒത്തിരി ബീട്രൂട്ട് വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു കപ്പ് വെള്ളമുള്ളൂ വെച്ചുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പാവ് ഭാജിക്ക് ഈ വെജിറ്റബിൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇത് കോളിഫ്ലവറൊക്കെ കിട്ടുവാണെങ്കിൽ കോളിഫ്ലവറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പം കോളിഫ്ലവറിൻ്റെ സീസൺ നല്ലതല്ല, അതെല്ലാം പുഴുവുള്ളതാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഇത് പട്ടാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസ് നിങ്ങൾക്ക് പിന്നെ മട്ടർ കിട്ടിയില്ലെങ്കിൽ ഗ്രീൻ പീസ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഗ്രീൻ പീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് പട്ടാണി ഇന്നലെ കുറിച്ച് വെച്ചിട്ട് ഇപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കുക്കറൊന്ന് അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റു സാധനങ്ങളൊക്കെ ഇനി റെഡിയാക്കണമുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. സൗണ്ട് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കർ വെച്ചു, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. വെജിറ്റബിൾസ് എല്ലാം പൊട്ടറ്റോയും ബീൻസും ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും 2 ടൊമാറ്റോയും കൂടെ ഇട്ടു. പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ ജീരകം ഇട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാവ് ഭാജി മസാല കിട്ടും, പാവ് ഭാജി മസാല, അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് സ്മാഷറും ഉണ്ട്. സ്മാഷർ അല്ലെങ്കിൽ നമുക്ക് തവി കൊണ്ടാണെങ്കിലും നമുക്ക് ഉടച്ചെടുക്കാം. ഇത് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിൽ നല്ലോണം ഇത് ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വെക്കാം. അപ്പം നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. നല്ലോണം എല്ലാ വെജിറ്റബിളും നല്ലോണം സ്മാഷ് ചെയ്യാം. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഇല്ല, അതും കൂടെ ഒന്ന് അമർത്തണമെങ്കിലേ ഇവിടെ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യാം. നമുക്ക് പാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കൂട്ടത്തിൽ.
ഇത് ഭാജി മാത്രമേ ഉള്ളൂ. ഇത് ബോംബെയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. നമ്മളിവിടെ മിക്ക ദിവസങ്ങളിലും ആ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം വെജിറ്റബിൾ നല്ല സ്മാഷ് ആയിട്ടുണ്ടേ. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ബട്ടറിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഒനിയൻ ഇത്ര നമുക്ക് പിന്നെ വേണ്ട വന്നാൽ കഴിക്കാനാണ്. ഒനിയൻ ഇട്ട് കൊടുത്തു ശാലം കൂട്ടി വെക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് ഇട്ടു. ഒത്തിരി മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ പാവ് ഭാജിയുടെ മസാല വരത്തില്ല, റെഡിമെയ്ഡ്. അതാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തുള്ളി കുറച്ച് ഉപ്പരടിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബട്ടർ തന്നെ വേണം കേട്ടോ ഇതിന്. ആദ്യമേ നമ്മൾ വെജിറ്റബിൾ ഉണ്ടാക്കി ഓയിലെല്ലാം ഒഴിച്ച്, ആക്ച്വലി ഇങ്ങനെ ഓയിലെല്ലാം ഒഴിക്കണ്ടേ, ബട്ടറാണ് ഒഴിക്കേണ്ടത്. പിന്നെ ഒത്തിരി ആവുമെന്ന് വെച്ച് ഞാൻ ഓയിലില്ലാത്ത വെജിറ്റബിൾ ഉണ്ടാക്കി. ഇത് ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് അതിന് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിച്ചാൽ മതി കേട്ടോ. ഒത്തിരി ഫ്രൈ ഒന്നും വേണ്ട. അപ്പോൾ അതൊന്ന് ആയി വരട്ടെ. 1 മിനിറ്റ്. ഉള്ളി ഒന്ന് കുറച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടൊന്നു. അപ്പം നമുക്കിനി ഇങ്ങനെ ആഡ് ചെയ്യണം. അതിന് ഇതിന് വലിയൊരു കടായി തന്നെ വേണം കേട്ടോ. ചെറിയ കടായിക്കകത്താവത്തില്ല. ഇങ്ങനെ വട്ടം കൂടുതലുള്ള കടായി തന്നെ നമുക്ക് വേണം. ഇപ്പം നമ്മൾ ഇനി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പാവ് ഭാജി മസാലയാണ്. 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടീസ്പൂണോ 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കസ്തൂരി മേത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലകളെല്ലാം ഇടാം. മസാലയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ മസാല വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഇതിന് വേണ്ടത് പാവ് ഭാജിയില്ലേ. അപ്പോൾ പാവ് ഭാജി മസാല നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടും. അതാണ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത്. മസാലയൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. പിന്നെ നമുക്ക് പച്ചമുളക് 2 ഇട്ടു. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഒക്കെ അടിച്ചിടാം. ചെറുതായിട്ട് അരിയണം കേട്ടോ ക്യാപ്സിക്കം ഒക്കെ. ചെറുതായി വെച്ചിട്ട് ക്യാപ്സിക്കം വെന്ത് വരട്ടെ. 1 മിനിറ്റത്തേക്ക് നമ്മുടെ മസാല ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കളർ വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം. മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ അത് കളറൊക്കെ ഇട്ടല്ലേ ഇടുന്നത്. നമ്മൾ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇടുന്നത് നമ്മൾ ഉഴുന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകാണ്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം നമുക്ക് ഇതിൻ്റെ ചൂടുവെള്ളം നമുക്ക് യൂസ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതല്ല. കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്യാനുള്ളത് ഞാൻ വെച്ചാൽ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കട്ടെ. പിന്നെ ഉപ്പൊന്നിടണം. അവിടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്, തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എത്ര ഒരു സെമി ലിക്വിഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് വരേണ്ടത്. എന്നു വെച്ചാൽ പൊട്ടറ്റോ ഒക്കെ നമ്മൾ ഇട്ടിട്ടില്ല. പൊട്ടറ്റോയും അത് മട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്, പട്ടാണിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അത് കുറുക് വരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം, ഒരു 1 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അരമുറി നാരങ്ങ നീര് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് 1 പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പാവ് ഭാജി. അപ്പോൾ ഇനി പാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മറക്കാതെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിടേണ്ടത്
പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്തൂരി മേത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കസ്തൂരി മേത്തി നല്ലോണം അങ്ങോട്ട് കയ്യിലോട്ടെടുത്തിട്ട് നല്ലോണം അങ്ങ് തിരിഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. എങ്കിലേ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് എടുത്തു പോകും. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. തിളച്ച് വരട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് കുറുകുന്ന്. പൊട്ടറ്റോയും ഉണ്ട്, പിന്നെ പട്ടണിയല്ലേ അതുകൂടെ ഇടുന്നു. ഇതൊന്ന് തിളച്ച് വരട്ടെന്ന്. അപ്പോൾ നോക്ക്, നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പാവ് ഭാജി റെഡി ആയിട്ടുണ്ടല്ലോ, ഭാജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. വേറെ മല്ലിയില വേണം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ഓഫ് ചെയ്യാം. ഇനി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോംബെ പാവാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് ഈ പാവ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനിങ്ങനെ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പീസ് മുറിച്ചെടുത്തിട്ട് നമുക്ക് അത് ഇങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. മൊത്തം കട്ട് ചെയ്ത് വിടണ്ട, ഇത്രയും കട്ട് ചെയ്ത് വിടണം. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് തവയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് കസ്തൂരി മേത്തി ആണെങ്കിലും ഇടാം. ഇനി വേണമെങ്കിൽ പാവ് ഭാജി മസാല ആണെങ്കിലും ഇടാം, ഞാൻ അതിടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഭാജി ഇതുണ്ടല്ലോ, അപ്പോൾ ഇതൊരു ശകലം ഇതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നമുക്ക് മുളക് പൊടി വേണമെങ്കിലും ഇടാം. ഇത്തിരി ആക്ച്വലി തന്നെ മുളക് നല്ലോണം. അപ്പോൾ നമുക്കിത് പാവിതിൽ മുക്കണം നല്ലല്ലേ. മുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. ഫ്രൈ ഒത്തിരിയൊന്നും വേണ്ട. നോക്കാം, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാവിലൂടെ റെഡിയാണേ. ചൂടാ പാവിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ പാവിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇതിനെ ഒന്ന് മാറ്റാം. അടുത്ത പാവം കൂടി ഇങ്ങനെ വെച്ചേ. അപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിയുള്ള പാവ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇത് ഒരു വട്ടമെങ്കിലും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.